2 ദിവസങ്ങൾക്ക് മുമ്പ് ഹാദിയയുടെ അമ്മ മരണപ്പെട്ടു. പൊന്നമ്മ മരണപ്പെട്ടത് വൈക്കത്തെ അവരുടെ വീട്ടിലാണെങ്കിലും അതിന്റെ അലയൊലികളും കൂട്ടക്കരച്ചിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. സംഘി ക്രിസംഖികൾ അടക്കമുള്ള മുഴുവൻ മുസ്ലിം വിരുദ്ധരുടെയും വാളുകളിൽ കണ്ണീർ കണങ്ങൾ തളം കെട്ടി കിടക്കുകയാണ്. അഖില എന്ന ഹാദിയ അവളുടെ മാതാപിതാക്കളോട് ചെയ്തത് കൊടും ചതിയാണ്, സമാനതകളില്ലാത്ത ക്രൂരതയാണ്. അതുകൊണ്ട് അവൾ അനുഭവിക്കും, പുഴുത്തു ചാവും. ഇത്തരത്തിൽ ശാപശരങ്ങൾ കൊണ്ട് ഹാദിയുടെ നാശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പണിയെടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഉടനീളം ശത്രുക്കൾ. അങ്ങനെയാണെങ്കിൽ ആദിലയും നൂറയും ചെയ്തതും ഇതേ ചതി തന്നെയല്ലേ? ആ മാതാപിതാക്കളോട് കാണിച്ചതൊക്കെയും സമാനതകളില്ലാത്ത ക്രൂരതകളല്ലേ? അപ്പോൾ അവരും അനുഭവിക്കണ്ടേ, പുഴുത്തു ചാവണ്ടേ? അങ്ങനെയല്ല. അവർ ചെയ്തത് ശരിയായ കാര്യങ്ങളാണ്. കാരണം അവർ പ്രായപൂർത്തിയായ സ്ത്രീകളാണ്. പ്രായപൂർത്തിയായ 2 പേർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുത്തു. ഇതേ സ്വാതന്ത്ര്യം തന്നെയല്ലേ ഹാദിയും കണ്ടെത്തിയത്? അവൾക്ക് ഇഷ്ടമുള്ള വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവളുടെ അവകാശമല്ലേ അവൾ തിരഞ്ഞെടുത്തത്? ഒറ്റപ്പെടുത്തി വേട്ടയാടിയപ്പോഴും വീട്ടുതളങ്കലിലാക്കിയപ്പോഴും അവളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ സുപ്രീം കോടതി അംഗീകരിച്ചതുകൊണ്ടല്ലേ അവൾക്ക് പറക്കാൻ സാധിച്ചത്, അവൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ജീവിക്കാൻ സാധിച്ചത്? അപ്പോൾ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ 2 സംഭവങ്ങളെയും ഈ 2 വ്യക്തികളെയും 2 മീറ്റർ കൊണ്ട് അളക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നോക്കൂ, ഇതിലും വലിയ ഇരട്ടത്താപ്പ് വേറെയുണ്ടോ? കാപട്യത്തിന്റെ ഏറ്റവും മൂർധന്യമായ ഈ അവസ്ഥ ലോകത്ത് വേറെ എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ? ഇനി ഹാദിയുടെ അമ്മ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൗതുകമായി എനിക്ക് തോന്നിയ ഒരു പോസ്റ്റ് ആരിഫ് ഹുസൈന്റെ പോസ്റ്റാണ്. ഹാദിയുടെ മാതാപിതാക്കളോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് അയാൾ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: ആണായ സ്വന്തം വാപ്പ മരിച്ചാലും ഒരു പെണ്ണിന്, ഒരു ഭാര്യയ്ക്ക് ആ വാപ്പയുടെ മയ്യത്ത് കാണണമെങ്കിൽ ഭർത്താവ് അനുവാദം കൊടുത്താൽ മാത്രമേ അവൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. പിന്നാണോ വെറും പെണ്ണായ അമ്മ? അതാണ് ഇസ്ലാം. ഇസ്ലാം കീഴൊതുങ്ങലാണ്. ഇസ്ലാം അടിമത്തമാണ്. എടോ ആരിഫെ, നീ പറഞ്ഞതൊക്കെ ഒരു വാദത്തിന് വേണ്ടി ശരിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ നിനക്ക് എന്ത് അടിമത്തമാണുള്ളത്? നീ നിലവിൽ ആരുടെയും അടിമയല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നീ നിന്റെ മാതാപിതാക്കളെ പോയി കാണാത്തത്? കഴിഞ്ഞ 2 വർഷത്തിലധികമായില്ലേ നീ നിന്റെ മാതാപിതാക്കളെ കണ്ടിട്ട്? രോഗികളായ ആ മാതാപിതാക്കൾക്ക് മകനെന്ന നിലയിൽ നിന്റെ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്തവർക്ക് കൊടുത്തിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു? മറവി രോഗം ബാധിച്ചു കിടക്കുന്ന വാപ്പയും കഠിനമായ ശ്വാസമുട്ടൽ കാരണം ഓക്സിജന്റെ സഹായത്തോടു കൂടി ജീവിക്കുന്ന ആ ഉമ്മയെയും നീ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് കാലങ്ങൾ എത്രയായിരിക്കുന്നു? നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ആ മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന നീയാണോ ഹാദിയുടെ മാതാപിതാക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നത്? വർഷങ്ങളായി സ്വന്തം മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത, അവർക്കൊരു പല്ലിമിഠായി പോലും വാങ്ങിക്കൊടുക്കാത്ത നീയാണോ ഹാദിയയ്ക്ക് അവളുടെ മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന്റെ അളവ് എത്രയാണെന്നറിയാൻ മീറ്ററുമായി ഇറങ്ങിയിരിക്കുന്നത്? എന്നിട്ട് നീ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് മഹത്തായ മാതൃസ്നേഹത്തെക്കുറിച്ചും മാനവിക കാഴ്ചപ്പാടിനെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നു. എടാ, നീ ആദ്യം ആ മീറ്റർ താഴെ വെച്ചിട്ട് ഒരു മകനെന്ന നിലയിൽ, ഒരു മനുഷ്യനെന്ന നിലയിൽ സ്വന്തം മാതാപിതാക്കളോടുള്ള കടമ ആദ്യം നിർവഹിക്കുക. നീ കേട്ടിട്ടില്ലേ പ്രശസ്തമായ ആ പഴമൊഴി? ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുക്കുക, എന്നിട്ടാവാം അന്യന്റെ കണ്ണിലെ കരടെടുക്കുന്നത്.